സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലെ കുടുംബശ്രീ കലാവിരുന്നിലെ എൻ്റെ ഫ്രണ്ട്സ് കളിച്ച ചെറിയൊരു നാടകമായിട്ടാണ്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിരുന്നുകാരെ എങ്ങനെ ഒഴിവാക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവള് വിരുന്നുകാരെ ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചു വെച്ചത്. കാട്ടുമ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിരുന്നുകാരെന്ന് പറഞ്ഞ ആര് ഈ പടിക്ക് വന്നാലും നമ്മൾ ഈ കൊലയുടെ അകത്തോട്ട് കയറ്റൂല. പ്രായം അറിയാണ്ട് കണ്ട് തുള്ളല്ലേ എന്താ കാര്യം എന്ന് പറയാ. നിങ്ങൾക്ക് നമ്മളോട് പെരുത്ത സ്നേഹമുണ്ടായിട്ടല്ലേ നമ്മുടെ ഫോട്ടോ പേഴ്സണായിട്ട് വെച്ചോണ്ട് നടക്കണേ. എടി എന്തെങ്കിലും എഴുന്നേരായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ആകെ ചുറ്റിത്തിരിഞ്ഞ് നട്ടം കറങ്ങി അലാക്കിന്റെ അവലും കഞ്ഞെ പരുവത്തിലിരിക്കുന്ന സമയത്ത് നിന്റെ ഈ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോ നമുക്ക് ഒരാശ്വാസം കിട്ടും. അതല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുമ്പോ ആണുങ്ങൾക്ക് ഭാര്യമാരുടെ ഫോട്ടോ നോക്കിയ ഒരു ആശ്വാസം തന്നെയാ. അങ്ങനത്തെ ആശ്വാസം എന്റെ മോളെ ഇത്. ഇതിലും വലിയ പ്രശ്നമല്ല അത് എന്നോർക്കുമ്പോഴുണ്ടാവുന്ന ഒരാശ്വാസം. അതുകൊണ്ടല്ലേ ഉള്ളേ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരുടെ ഫോട്ടോ തേച്ചിക്കൊണ്ട് നടക്കണത്. നമ്മളെ ഇറങ്ങിയൊക്കെ പറയണല്ലേ. ഇല്ല, നിങ്ങൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്. നിങ്ങൾ ഓർക്കണം, പിന്നെ പെണ്ണു കാണാൻ വന്നപ്പോ ഞാൻ കൊടുത്തിരുന്ന സാരി നിങ്ങൾ ഓർക്കണം. പിന്നെ തീവണ്ടിക്ക് തലവെക്കാൻ പോകുമ്പോ വന്നത് KK എക്സ്പ്രസ് ആണോ, മദ്രാസ് മെയിൽ ആണോ, ജയന്തി ജനതയാണോ എന്നൊക്കെ ആരെങ്കിലും നോക്കുവാടി. മക്കളൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ടൂറിന് കൊണ്ടുപോയിട്ടുണ്ടോ? നിനക്കിപ്പോ ടൂറിന് പോകാനിട്ട് അല്ലെങ്കിൽ തന്നെ നിന്റെ ബന്ധുക്കാരോടൊരു വിരുന്നുകാരാന്നും പറഞ്ഞ് വന്നിരുന്ന് കുത്തിയിരുന്ന് നമ്മളെ മുടിപ്പിച്ചിട്ട് പോണല്ലേ. ആങ്ങളുടെ മോൻ വരുന്ന കമ്പി അടിച്ചായിരുന്നു. അവന് ഈ പടി ചവിട്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പി എടുത്ത് അവന്റെ തലക്കിട്ട് ഞാനടി. വിരുന്നുകാരെ കൊണ്ട് വലിയ തൊല്ലയായില്ല. അല്ലെങ്കിൽ എന്റെ ആരെങ്കിലും വരുമ്പോ നിങ്ങൾക്ക് ഭ്രാന്ത. എടി ആ ഹിമാർ വന്ന് കയറി കഴിഞ്ഞാൽ ഭയങ്കര ചെലവാണ്. പണ്ടരടങ്ങനായിട്ട് നാശപ്പെടുന്ന പോവുകയില്ല. പടച്ചോനെ അവന്റെ കാര്യം പറഞ്ഞ് നാക്ക് വളച്ചു കൂട്ടി അവറ്റേക്ക് ഇട്ടുള്ളു. അപ്പോഴത്തേന് നീർക്കൊലി എത്തി. ഞാനെത്തി. കുടുംബത്തെ കേറിയാ കയ്യല്ലേ മാമ കൊല്ലല്ലേ മാമ പറയണ കേട്ട് ഞാൻ നിന്നോളാം മാമ. കൊണ്ടത്തെ കോടനെ കാശ് കൊണ്ടിവിടുന്നേ കുറച്ചു നേരം നിന്നിട്ട് പൊക്കോട കുരുത്തൻ കെട്ടോന്നേ. അല്ല വിരുന്ന് പക്കുവൻ പരിങ്ങി നിൽക്കാതെ തിരിച്ചു പൊക്കോണം. പാട്ടുമണി പെട്ടെന്ന് വെള്ളുകൊടുത്ത് അവര് പോയിട്ട് വരെ കാര്യമുള്ളതാണ്. ഞാൻ പോകുന്നില്ല, എനിക്ക് ചായ കുടിക്കാൻ പോകാൻ പറ്റത്തില്ല. എന്നാ പാട്ടുമ്പ പെട്ടെന്ന് കാര്യം എടുത്തു അവര് പെട്ടെന്ന് പോകാനുള്ളതാണ്. അങ്ങനെ പറയല്ലേ, ഉച്ചയ്ക്ക് വെക്കുന്ന ചോറ് കൂടി തിന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു. എന്നാ പാട്ടുമ്പ പെട്ടെന്ന് ചോറുണ്ടാക്കാം. അവര് ചോറിനിട്ട് പോയിട്ട് വരെ കാര്യമുണ്ടെന്ന് എന്ന് പറഞ്ഞ് വൈകുന്നേരം ഉണ്ടാക്കുന്ന ബിരിയാണി ഞാൻ ആയിരിക്കുന്നു. എന്നാ പെട്ടെന്ന് പോയിനെ വെട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു പാത്തുമ്പോ അവര് പോണോന്ന്. അല്ല, എനിക്കറിയാൻ പറ്റില്ല. എന്നെ പറഞ്ഞുവിടാൻ മാമാക്കൻ ഇത്ര ധൃതി. നിന്റെ കുടുംബത്തിൽ ഏറ്റവും കൊള്ളൂല. അത് തന്നെയാ ഇവരിപ്പോ എന്ത് ചെയ്തെന്നെങ്കിലും പറയണേ. നിനക്കറിയാൻ പാടില്ലായിട്ടാണ്. എടാ നീ അപ്പുറത്തെ വീട്ടിലെ റസിയോട് എന്തോ വേണ്ടാതിനെ പറഞ്ഞിട്ട് നീ അവിടെ മാപ്പ് പറയാൻ ചെന്നായിരുന്നാ? എടാ മാപ്പ് പറയാൻ ചെന്ന ഒരാളെ എന്തിനാണ് പിന്നെ അവരെ കൂട്ടിട്ട് തല്ലിയത്? അത് പിന്നെ ഒരു അക്ഷരത്തെറ്റ് പറ്റിയതാ. എന്തിന്? കുട്ടി എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞത് കുട്ടി എന്റെ കൂടെ പൊറുക്കണമെന്നായിപ്പോ എന്റെ മാമ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവരെ കുടുംബത്തിൽ ഏറ്റവും കൊള്ളരുത്. നീ കിട്ടുന്ന വണ്ടിക്ക് വിട്ടോ, നീ കയറിപ്പോയത്. അയ്യടാ,
മാമ എനിക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞ കവാസാക്കി ബൈക്ക് ഇട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പോവൂല എന്റെ മാമ. പടച്ചോനെ ദേവൻ അടുത്ത ജലവീപ നിനക്ക് എന്തിനാണ് ഇപ്പൊ കവാസാക്കി ബൈക്ക്? എടാ നിനക്ക് പടച്ചോൻ എന്തിനാണ് രണ്ട് കാല് വന്നേക്കണത്? ഒരു കാല് ബ്രേക്ക് ചവിട്ടാൻ, ഒരു കാല് ഗിയർ മാറാൻ. നീ ബൈക്കിന്റെ കാര്യം ഇവിടെ മുണ്ടിപ്പോകരുത്. എടാ രസാക്ക് ഒരു കവാസാക്കി എടുത്തിട്ടുണ്ടായ പുകിൽ എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയാമോടാ? ിന്റെ കവാസാക്കി ഒരമ്പോക്കി ഹലാക്കാക്കി കരം നോക്കി കവൻ പോക്കി ഉറത്താക്കി തവസാട്ടാക്കി വെളിവില്ലാത്ത കീഴാക്കി കിടക്കെടുത്തായ രണ്ടാക്കി ഹലാക്കാക്കി കിടക്കാക്കി പ്രസാദിന്റെ കവാസാക്കി. അതൊക്കെ പോട്ടെ, നമ്മള് വന്നപ്പോ ചോദിക്കണോന്ന് വിചാരിച്ചാണ്. എന്താണ് എന്റെ കന്നത്തൊരു നീര്? അതൊരു ഉമ്മ തന്നതാ. ഒരു ഉമ്മ തന്നെ അങ്ങനെ നീര് വരുവാടാ? ആ ഉമ്മ അല്ല, പിന്നെ അപ്പഴത്തെ ഐഷയുടെ ഉമ്മ എന്റെ കർണത്തൊന്ന് തന്നതാ. ഇതാണ് ഞാൻ പറഞ്ഞത്, തന്നെ കുടുംബത്തിൽ കേൾക്കാൻ കൊള്ളൂല. നീ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോയിക്കോളാം. ഏയ് ഞാൻ പോവൂല. നീ പോവില്ല? എന്റെ മാമ എന്നെ തല്ലി കൊന്നാലും ഞാൻ പോവും. അപ്പൊ നീ പോവില്ല അല്ലേ? ഇല്ല, പോവൂല. എങ്കിൽ ഞാനും കൊല്ലം തരും. എന്ത് ഉമ്മ? എന്റെ ഉമ്മ? പടച്ചോനെ എന്താണ് പാത്തുമ്മ, എന്ത് പറ്റി? ആകെ ഇടങ്ങേറായി. എന്താണ്? നമ്മുടെ മൂത്തുമ്മയും മൂത്തുമ്മയുടെ മോളും കെട്ടിയവരും എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നതാ. ഇപ്പൊ ഫോൺ വന്നു. ഓ ദേവ, പിന്നെയും പറ്റിയ വിരുന്നുകാരി. ഇതാകെ ഇടങ്ങേറാവൂല്ല. ഇനി ഈ ചെലവും കൂടി നമ്മൾ എങ്ങനെ താമൂടി പാത്തുമ്മ? ഇനി ഈ വീട്ടിൽ ഒരു സാധനം ഉണ്ടാവില്ല, ഒക്കെ അവറ്റകൾ തിന്നു തീർക്കും. ആ പാത്തുമ്മ, നമുക്കൊരു പണി കഴി. എന്താ മനുഷ്യനെ? നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നു. ഒന്നും എപ്പോ? പഴയ അതല്ലെന്ന്, നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുടിക്കേ ഉള്ളു. ഈ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവർക്കത് പകരും എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പേടിപ്പിക്കുക. മനസ്സിലായ? മനസ്സിലായി. നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിക്കേ ഉള്ളു. 4 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് പകരും എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് പേടിപ്പിച്ചേക്കണം. അപ്പൊ അവര് തിരിച്ചു വെക്കണം. മനസ്സിലായ? മനസ്സിലായി. ഇങ്ങോട്ട് വരില്ലാട്ടോ, ആരും കേറി വരട്ടെ. ശരിയാ ഇങ്ങോട്ട് പറഞ്ഞേട്ടാ. ചിക്കൻ ആയിരുന്നു, ചിക്കൻ. ഞങ്ങൾക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് ഇത് കുളിക്കട്ടുള്ളൂ. കുളിക്കണേന്റെ അന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പകരം വേഗമൊക്കെ പോയിക്കോളാൻ. വരല്ലേ പകരം. വന്നിട്ട് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവരും